നമ്മൾ കുറച്ച് ലോങ് ആയിട്ടുള്ള യാത്രയാണ് പോകുന്നത്. നമ്മൾ അബുദാബിയിലെ അല്ലയിലേക്കാട്ടോ പോകുന്നത്. അപ്പം പോയിട്ട് വന്നാലോ? പോണ വഴിക്ക് കാറിന് പെട്രോൾ അടിക്കാൻ കയറി. അപ്പം നമ്മൾ അവിടെ ഒരു കഫേ ഉണ്ട്. അപ്പം നമുക്കും വിഷമു. കാറിന് മാത്രം പോരല്ലോ, നമുക്കും വേണ്ടേ. എല്ലാവരും ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ്. എടുക്കുന്ന ഭയങ്കരമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്ന ഈ ബൺ ഫുഡ് സ്പെഷ്യൽ ആട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് ആ സാധനം. ലെവല് സാധനമായിരുന്നേ. പിന്നെ എന്താ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്തു. ഒന്ന് വരും, അതെല്ലാവരും കൂടി കഴിക്കും. അത് കഴിയുമ്പോൾ ഒന്ന് വരും, അതെല്ലാവരും കൂടി കഴിക്കും. ഇതാണ് സംഭവം അവിടെ നടന്നുകൊണ്ടിരുന്നത്. ആരെന്ത് ഓർഡർ ചെയ്തെന്ന് ഇപ്പോഴും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ നമ്മൾ പിസ്സ വന്നിട്ടുണ്ട്. അത് നമ്മളെടുത്ത് അതാ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ ഫില്ലിങ് പോയടോ. നിങ്ങൾക്കൊന്നും തിന്നാന്നറിയില്ല, ഞാൻ തിന്ന് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് പൊള്ളിപ്പോയി. ഇങ്ങനെയാണ് തിന്ന. പിന്നെ പിസ്സ കഴിക്കണമെങ്കിൽ എന്തെല്ലാം കഷ്ടപ്പാടാ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് അല്ലയിലുള്ള ഗ്രീൻ മുബസറ പാർക്കിലേക്കായിരുന്നേ. അവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാവരും ഈ കാല് വെള്ളത്തിലിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? എന്തിനാന്ന് വെച്ചാൽ എനിക്കും അറിഞ്ഞൂടാ. സംഭവം എപ്പോൾ വന്നാലും ഈ വെള്ളത്തിന് ചൂടായിരിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. കാലിട്ട് വയ്ക്കുമ്പോൾ സത്യടോ നല്ല ചൂട്. ഇത് പ്രകൃതിയിൽ എന്തോ ഒരു മാജിക് നടക്കുന്നത് കൊണ്ടാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അറിയണവർ കമൻറ്റ് ചെയ്യുക. വെള്ളത്തിൽ കാലിട്ട് ക്ഷീണിച്ച് കിടക്കുന്ന കിടത്താണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൾറെഡി ഷൂ ഊരാൻ മടിച്ചിട്ട് കാല് വെള്ളത്തിലേ ഇടാത്ത അസ്ന. ബാക്കി എല്ലാവരും വെള്ളത്തിലും കാലിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിതാ കാല് ഉണങ്ങാനിട്ടിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ഗെയിം ആയാലോ? ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോ. എന്തായാലും എല്ലാവരും ഉദ്ദേശിച്ചത് ക്രിക്കറ്റ് ആയിരുന്നു. എന്താ ബാറ്റ് ചെയ്യുന്ന ആളും കൊള്ളാം, ബോൾ ചെയ്യുന്ന ആളും കൊള്ളാം. നിങ്ങളെ കൊണ്ടൊന്നും ഇത് കൂടൂല. അപ്പോഴാണ് നമ്മുടെ ഇടയിലേക്ക് പുതിയൊരു ഗെയിമർ വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ബോൾ ചെയ്യുന്ന ആൾ ശരിയില്ല എന്ന് പറഞ്ഞ് ഓനിട്ടിട്ട് പോയി. കാണുന്ന ലൈറ്റ്സ് ഉണ്ടോ? അതാണ് നമ്മളെ ജബലുൽ ഹഫീത്ത്. നമ്മൾ അവിടെ കയറാൻ പോവാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഈ റോഡെല്ലാം കാണിക്കുന്നത്. സംഭവം ഇതല്ലടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നോക്കുമ്പോൾ താഴെ നിന്നുള്ള നല്ല അടിപൊളി വ്യൂ കാണാം. പക്ഷെ എന്ത് ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല. എങ്ങനെ എടുക്കാൻ നോക്കിയിട്ടും പറ്റാത്ത പെടാപ്പാടൽ വരലാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും നമുക്കിനി മേലെ തിരി കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ ജബലുൽ ഹഫീത്തിൻ്റെ മേലെ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതാ ഈ വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ അക്കണ്ട പരിപാടിയെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. വീഡിയോയിൽ കാണണമല്ലോ കേട്ടോ, അടിപൊളിയാണ്. പിന്നെ നമ്മളെ ജബലുൽ ഹഫീത്തിൻ്റെ ഫുൾ ഹിസ്റ്ററി അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോലെ മലയാളം അറിയാത്തവർക്ക് അറബിയിലും കൊടുത്തിട്ടുണ്ട്. ഞാനാണ് അങ്ങനത്തെ കഷ്ടപ്പെട്ട് വായിക്കുന്ന തിരക്കിലുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കീട്ടിൽ സ്പോർട്സ് പറയുന്നത്, പക്ഷെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് അതിൻ്റെ വഴിക്കെത്തി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി കേട്ടോ. അങ്ങനെ തിരിച്ചു പോണ വഴിക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ. വിശന്നാ നിങ്ങളല്ലാതായി മാറുന്നു കഴിച്ചിട്ടുണ്ടോ? അതാ നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മൾ പൊറാട്ടയും ബീഫും ഷവർമയും എല്ലാം കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോണ വഴിക്ക് നമ്മളാരും അറിയാണ്ട് പോയിരുന്നൊരു കലാകാരൻ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ പരിപാടിയുടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഓക്കെ ബൈ.